ഈ കറാമ വൈബ് കാണാം ഞാനും പോകുന്ന കറാമ വൈബ് കാണാൻ. ഇതൊരു തല്ലിപ്പൊളി പരിപാടിയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എന്നിട്ട് നിങ്ങൾ പറയും. അങ്ങനെ സേക്സ് റോഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയി. രാത്രി സേക്സ് റോഡ് കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭംഗിയാണ്. ദുബായിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ രാത്രി കാലങ്ങൾ ഈ സേക്സ് റോഡിൽ വണ്ടി ഓടിക്കണം. നമ്മൾ ആ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ആ ഒരു ഭംഗിയും ബുർജ് ഖലീഫിൻ്റെ ഭംഗിയും എല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയി. അങ്ങനെ അവസാനം നമ്മൾ കറാമയിലെത്തി. കറാമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പക്ക ഒരു ഉത്സവത്തിങ്ങൾക്ക് ചെന്ന പ്രതിനിധിയാണ്. അതായത് ഉപ്പിലിട്ടത്, സർവത്ത്, അങ്ങനെ പല പല വെറൈറ്റി ഫുഡുകൾ, അതായത് സ്ട്രീറ്റ് ഫുഡുകൾ വെറൈറ്റി ആയിട്ട് കാണാം. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാവുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടു നോക്കിയത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിലെവിടെ നടന്നാലും കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പാട്ടും കൂത്തും നായാട്ടം. ഇത് റമദാൻ മാസത്തിൽ നമുക്ക് എത്രത്തോളം അക്സെപ്റ്റബിൾ ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എനിക്കത് എത്രണ്ട് പിടിച്ചില്ല. പിന്നെ കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, ഞാൻ നാട്ടിലുള്ള സുഹൃത്തുക്കൾ, എന്താണ് ഈ കറാമ വൈബ്? സുഹൃത്ത്, ഈ കറാമ എന്ന് പറയുന്നത് ദുബായിലൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ലേരാബർ ദുബായിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന സ്ഥലമാണ് കറാമ. അപ്പോൾ അവിടെ ഉള്ള ഒരു റമദാൻ ഫുഡ് സ്ട്രീറ്റ് ആണത്. റമദാനിൽ മാത്രം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് ഈ കറാമ വൈബ് എന്നുള്ളത് പേര് വന്നത്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നാട്ടിൽ നിന്ന് ചോദിച്ചു, എന്താണ് ഈ കറാമ എന്നുള്ളത്? കറാമ അതൊരു സ്ഥലപ്പേരാണ്. കറാമയിൽ വന്നിട്ട് ഇതങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെ കറാമൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഞാൻ തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ കേട്ടതും കണ്ടതൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.